ഓ After മേഘല sports കേറി and out ഇരിക്കുക. on these streets, baby. Wanna It's in Mario. ബാക്ക് അടിക്കാന്നോ? This nigga has potential. Are you okay? Are you okay? I am fine. ഓടെ പയ്യൻ. നമ്മളുടെ അടുത്ത് ഹായ് ഹലോ എവിടെ ബാക്ക് അടിക്ക്. ഏതാ ഇതാണോ? വലിയ ആളാവണം എന്നുണ്ടോ? എന്നെ ആൾക്കാര് കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതി. അത് അപ്പൊ ഇത് തന്നെ ഇങ്ങനെ തന്നെ പോയത്. ഇത് തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പാണോ? കാരണം കാരണം യു ആർ ഗുഡ് ഗുഡ് അറ്റ് വാട്ട്? ഗുഡ് അറ്റ് എവറിത്തിങ്. അയ്യാ താങ്ക് യു സോ മച്ച്. ഒഴുക്കി അങ്ങ് ഇറക്കി അങ്ങ്. ഓക്കെ ദെൻ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. ബൈ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാന്ന് പറഞ്ഞു. ഓ, എങ്ങോട്ട് വരാന്ന് പോയിട്ട് ആ വഴിക്ക് പോയാ പോരെ? കീപ് ദാറ്റ് ചിരി. താങ്ക് യു. ബൈ. ബൈ. Guys, അതൊക്കെ കേട്ട ഗൈസ്, കീപ് ദാറ്റ് ചിരിന്ന്. രാപ്പകലില്ലാതെ വാ തുറന്ന് താറാവിനെ പോലെ ചിരിക്കുന്ന എന്നോട് പോലും അവനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് എന്നോട് പോലും കീപ് ദാറ്റ് ചിരിന്ന്. എന്നിട്ട് ഒഴുകി ഒലിക്കുന്നുണ്ട്. ഇതുണ്ടാ മുഖത്ത് പോയിട്ടില്ല, ഒഴുകി ഒലിക്കുന്നുണ്ട് അവന്റെയൊക്കെ. ഓരോ വണ്ടികളൊക്കെ എടാ ബാബു ഇന്ന് RDR വരാനിരുന്നതാണേ. അവന് പെട്ടെന്ന് ഒരു അർജന്റ് ഹോസ്പിറ്റൽ എമർജൻസി വന്ന്. കള്ളത്തരല്ല കൈസ്, അവൻ കള്ളത്തരം പറഞ്ഞതല്ല. ഞാൻ ഓർത്ത് കോഴിയെ പിടിക്കാൻ വേണ്ടി പോയതായിരിക്കും. പക്ഷെ ഒരു അർജന്റ് ഇത് വന്ന് അവന് ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. അവൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കിന് പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായോ? പോയിട്ട് വരുന്നെങ്കിൽ വരട്ടെ, വിഷമിക്കേണ്ട അണ്ണാവും. എടാ എനിക്കത് വിഷമം, എനിക്കത് ഞാനത്തിന് വിഷമിക്കണേ. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് ജീവിക്കല്ലേ കുഞ്ഞോട്ട്. ഞാനതിന് സന്തുഷ്ടവാനാണ്. ചെറുതായിട്ടൊക്കെ വിഷമമുണ്ട്, എന്നാലും അത്രയ്ക്ക് അങ്ങനെ കരയാൻ പറ്റിയ വിഷമമൊന്നും ഇല്ല അതെനിക്ക്. എല്ലാവർക്കും വെൽക്കം. ഇവനൊക്കെ ഫുൾ ടൈം ഉറി എത്ര നേരമായിട്ട് ഈ പട്ടീനെ കാണുന്നു. എന്റെ ലൈവും കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടാ. അയ്യോ കേട്ടാ താങ്ക് യു സോ മച്ച്. ഒഴുക്കി അങ്ങ് ഇറക്കി അങ്ങ്. ഓക്കെ ദെൻ ഫുഡ് കഴിച്ചോ? ബൈ. അപ്പൊ ഞാൻ പോയിട്ട് എടാ വേറൊരു കൂട്ടം സന്തോഷം കണ്ടോടാ. അവിടെ ഉള്ളവന്മാർ ഇവിടെ വന്ന് പറഞ്ഞു ബോസ് ലൈവ്. എന്നിട്ട് ഇവിടെ ഉള്ളവന്മാർ അവിടെ ചെന്ന് പറഞ്ഞു ഈഗിൾ ലൈവ്. എന്നിട്ട് രണ്ടുപേരോട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടിയാവാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ളൊരു ഞാൻ പറയട്ടെ, ഞങ്ങൾ രണ്ടും ഒന്നാവാൻ പോണേ, നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാണേ. നോക്കിക്കോണേ. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാണേ. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാ. കാണിച്ചു തരാം, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളത് പറയോ VC? വേണ്ട, ഞാൻ പറഞ്ഞോളാം. നിന്റെ സഹായം വേണ്ട. VC വാ, നിങ്ങളെ ആരുടെ സഹായം വേണ്ട എനിക്ക്. ഞാൻ തന്നെ പറഞ്ഞോളാം. VC വാ. നീ പറയണ്ടാ വെട്രി, നീ പറയണ്ടാ കണ്ണാ, നീ പറയണ്ടാ, ആരും പറയണ്ടാ, ഞാൻ പറഞ്ഞോളാ. എനിക്ക് ടൈപ്പ് ചെയ്യാറിഞ്ഞൂടെ? ആഹാ, നിന്നെയൊക്കെ ഒറ്റപ്പെടുത്താൻ പോണേ. VC വരൂല്ലേ വേൻ? ആൾക്കാർ VC പോലെന്ന് പറയുമായിരിക്കും കേട്ടാ. അതെങ്ങനെ ഇവൻ കമന്റ് നോക്കാത്ത ഒരുത്തനാണ് ഇവൻ. അവരാരില്ല. അവ എന്നെ ഒറ്റപ്പെടുത്തി വേറെ ഇതിനകത്ത് പോയടാ. അവ എന്നെ ഒറ്റപ്പെടുത്തിയടാ അവൻ. ഇല്ല ചേട്ടാ, എന്റെ VC എടുത്ത് കേട്ടാ. ക്ലിക്ക് ലൈവിനുണ്ട് ഞാൻ. ക്ലിക്ക് കളിയാ. ഹലോ. എടാ ഞാനിങ്ങനെ ഇവിടെ എടാ ഒമേഗിളല്ലായിരുന്നു നീ? ഒമേലല്ലായിരുന്നു. ഇല്ല ഞാൻ കണ്ടായിരുന്നു അളിയാ. അതൊന്നും ഒരു കുഴപ്പമില്ല അളിയാ, നല്ല കാര്യം അളിയാ അതൊക്കെ. ഇല്ല അതൊക്കെ നല്ല കാര്യം അളിയാ. അത് ഈ ചാറ്റിലുള്ളവന്മാരുടെ വിഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തുപ്പണതാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നിന്റെ അകത്ത് വന്ന് നിന്നെ നോക്കാൻ പറയാ, നിന്റെ അകത്ത് വന്ന് എന്നെ നോക്കാൻ പറയാ. എന്നിട്ട് നമ്മൾ തമ്മിൽ തല്ലെന്ന് കാണണം. അതിനുവേണ്ടി ഇരിക്കുന്ന കുറച്ചവന്മാര്.
ഇവന്മാരെ ഒറ്റപ്പെടുത്തിയാലേ ഇത് നിർത്തത്തുള്ളൂ അലിയ. അല്ലെങ്കിൽ അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്തൊക്കെ പറഞ്ഞത് ഞാൻ കണ്ടു ബാക്ക് അടിച്ച് നോക്കി. സത്യം അളിയ, അതാ ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് നീ നശിച്ചു പോന്നി. ഞാൻ പറഞ്ഞു നശിച്ചു പോന്നി. ഞാനോ? ആ നീ ചാറ്റിലുള്ളവരാണാ ചാറ്റിലുള്ളത് വരാതി മോൻ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അളിയ, അറിയാവോ നിനക്കത്? എടാ അളിയ ഞാൻ വല്ല ചെയ്താലേ എന്റെ CPU 100 പോവാ. 100 മാർക്കായിരിക്കും. 100 മാർക്ക് CPU തന്നേക്കണേ. അറിയാവോ നിനക്ക്? അത് എന്തിനാണെന്നറിയോ? കണ്ടെടുത്ത് കയ്യാലപ്പുറത്ത് കേറാൻ നിൽക്കുന്ന സമയത്ത് സ്ട്രീം ചെയ്ത് PC അപ്ഗ്രേഡ് ചെയ്യണോടാ. നീയൊക്കെ പിന്നെ എന്തിനു നടക്കണേ? നീ എന്തിനു നടക്കണേ? നീയൊക്കെ ഡ്രോൺ മേടിച്ച് കൊച്ചിക്കൂടെ പറത്തടാ. ഡ്രോൺ മേടിച്ച് കൊച്ചിക്കൂടെ പറത്ത്. ആ പൈസക്ക് ഒരു GPU മേടിച്ച് വെച്ചിടായിരുന്നോ? ചാറ്റിലുള്ളവർ പറയണം നിന്നെ പറ്റി ഇത്ര അപരാധം. അവരാണ് ശരി. നീ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഫോർസിൽ ഉണ്ടാക്കുമെന്ന്. അളിയ വീല് വിറ്റിട്ട് പോയ നിന്നോടൊക്കെ ഞാൻ എന്ത് വെല്ലുവിളിക്കാനാ അളിയ? അളിയ വീല ഇവിടെ ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടുത്തുനിന്ന് റൂമൊക്കെ സെറ്റായി പറഞ്ഞുള്ളൂ. എടുത്ത് വെച്ചിട്ടേ ഒരു കറക്റ്റ് ഒരു അടി ഉണ്ട് കേട്ടോ നിന്നെ. അളിയ ഞാനിങ്ങനെ നിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഓടിച്ച് നിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് അടിച്ച് കയറുമ്പോഴേ നിന്റെ കൈ വിറക്കല്ലേ അളിയ അന്നേരം കേട്ടോ? നിന്റെ കൈ വിറക്കല്ലേ? എനിക്ക് കൈ വിറക്കല്ലേ? ഇത് ആരെല്ലാം ഒന്ന് ക്ലിപ്പ് ചെയ്യണേ പ്ലീസ്. ഇത് ആരെല്ലാം ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണേ. അല്ലെ ഇവൻ ഡിലീറ്റ് ചെയ്തോണ്ട് ഓടിക്കളയും. ഇതൊന്ന് ക്ലിപ്പ് ചെയ്യണേ ദയവ് ചെയ്ത്. ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണേ. അതായത് ലാസ്റ്റില് ഞാൻ പറയാം, ഡ്രീമർ കോമ്പീറ്റ് ചെയ്യാൻ പോണത് ഷൗട്ടെക്സ്, ആഷ്, രഘുല് പിന്നെ മുന്നിൽ പോകാൻ തോന്നുന്നു കേട്ടാ. നിന്റെ ലോബി ഇപ്പൊ അവിടെ അളിയാ. നീ അവിടുന്ന് മേളിലോട്ട് വരുമ്പോ നമ്മൾ പറയാം. മനസ്സിലായോ? എത്ര ബെറ്റാ അളിയാ നിന്റെ അടുത്ത ലൈവില് അടുത്ത ലൈവ് അല്ല ഈ മാസത്തല്ല. അയ്യോ പിന്നെ ഒരു ഇന്ന് 24 PC എല്ലാം ശരിയാക്കി കിട്ടുമ്പോ എനിക്ക് അടുത്ത മാസം അതാണ് പറഞ്ഞത്. ഓക്കെ എന്നാ വേറൊരു കാര്യം പറയാം. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഡേറ്റ് പറ. ഡേറ്റ് അടുത്ത മാസം പകുതി. അടുത്ത മാസം പകുതിയല്ല, ഞാൻ പറയാം 10ാം തീയതി ഒരു ലൈവ് ഇടും. അത് നീ ലൈവ് ഇടണം. അന്ന് പോയിന്റ് ടേബിളിന്റെ ടോപ്പിൽ നമ്മളൊരു 5 കളി കളിക്കും. ആ പോയിന്റ് ടേബിൾ ടോപ്പിൽ നീയാ നിൽക്കുന്നെങ്കിൽ 1 ലക്ഷം രൂപ സ്പോട്ടിൽ അയച്ചു തരും. ആരൊക്കെ കളിക്കുമ്പോ? ഞാന്, ഗോഗു, കാസ്ട്രോ, നീ, ബാക്കി എല്ലാരും, നമ്മളുള്ള എല്ലാരും കൂടെ കളിക്കും. അന്ന് പോയിന്റ് ടേബിൾ ടോപ്പിൽ നീ വരുവാണെങ്കിൽ 1 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ട് അയച്ചു തരും. അക്കൗണ്ട് അയച്ചു തരും. ഉറപ്പാണ്. അപ്പൊ നീ എനിക്ക് അയച്ചു തരും. നീ തിരിച്ച് 5 പൈസ തരണ്ട. തരാനില്ല. 5 പൈസ തരണ്ട. ഡീൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വരും. ഞാനേ ഒരു കോക്പിറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കട്ടെ. എന്തായാലും കുറച്ച് കാശ് കിട്ടാവുള്ളല്ലേ. അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് പറഞ്ഞ് നാളെ തന്നെ കോക്പിറ്റിന് ഓർഡർ കൊടുക്കാം. കോക്പിറ്റ് ഒക്കെ വാങ്ങിച്ച് ഒരു 6-9 ബണ്ടിലൂടെ അങ്ങ് ഓർഡർ ചെയ്യാം. എന്തായാലും ഞാൻ അടിക്കും. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. നിന്റെ കൈ വിറക്കില്ല. ഞാൻ ഗ്യാപ്പ് അടിച്ച് ഫ്രണ്ടിൽ കയറുമ്പോഴേ കൈ വിറക്കില്ല. അന്നേരം നിന്റെ കൈ ഇതാവുന്ന നെറ്റ് ഡിലേ അങ്ങനെ ഗെയിം ഡിലേ ഒന്നും ഒരു എക്സ്ക്യൂസ് പോലും പറയത്തില്ല. വേണ്ട ക്യാഷ് പോവും ബ്രോ, എന്റെ അക്കൗണ്ട് ബാലൻസ് പോലും അത്രയില്ല. എന്നിട്ട് ഞാനിപ്പോ കോൺഫിഡന്റ് ആയിട്ട് വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ എത്ര മണ്ടറാണെന്ന് എനിക്കറിയാം. ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനി പോയിന്റ് ടേബിളില് ഞാൻ കേറിയില്ലേലും എന്റെ മുകളിൽ ഗോഗ് പോയിന്റ് ടേബിൾ ഫസ്റ്റിലുണ്ടാവും. അവനെ അടിക്കും, നിന്നെ അടിക്കും, നിന്നെ അടിക്കും, അവനെ അടിക്കും, രണ്ടിനെ അടിക്കും. ഒരു സംശയം ഡീവൻ ഉണ്ടാവും. ഡീവനെയും ഗോട്ടിനെയൊക്കെ വെട്ടിച്ചിട്ട് ഇവൻ അടിക്കത്തില്ല. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ ഇനി സംഭവിക്കും റോക്ക് സ്റ്റാർ ലോഗിൻ ചെയ്യാനോ. അല്ലെങ്കിൽ ഇനി ഇവൻ വല്ല പകുതി പൈസ അവർക്ക് കൊടുത്ത് അവരെ രണ്ടുപേരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. എന്നാലും ഇവൻ താഴെ ആയിരിക്കും. എല്ലാരും അടിക്കും. ഇത് എഴുതി വെച്ചേ. ഈ പറയുന്ന ഡേറ്റും ഈ പറയുന്ന സമയവും നീ ഓർത്തിരിക്കാം. പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു. ഡേറ്റ് സമയം ഒന്ന് പറഞ്ഞു പ്ലീസ്. ഡേറ്റ് ഞാൻ നോട്ട് പാഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഡേറ്റ് 24 ജൂൺ.